ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളുടെ കയ്യിലുള്ള 3 അക്വേറിയം നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതാണ് മെയിൻ അക്വേറിയം. ഇതിൽ വിവിധതരം മീനുകളുണ്ട്, ഒരുപാട് മീനുകളുണ്ട്. കോഴിക്കാർപ്പ് ഇതെല്ലാം വാങ്ങിക്കുമ്പോൾ ഒരു 4 ഇഞ്ച് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ ഈ കോഴിക്കാർപ്പ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 ഇഞ്ചോളം വലിപ്പമായി. കുറേ കാലമായി നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഈ കോഴിക്കാർപ്പ്. ഇത് കുഞ്ഞതാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 എണ്ണം ഉണ്ടാവും. അതാണ് 10 ഇഞ്ചോളം വലിപ്പമുണ്ട്. ഇതൊരു 5 ഇഞ്ച് വലിപ്പമേ ഉള്ളൂ. ഇതാ ഈ കാണുന്നുണ്ടോ, ഇത് ഏകദേശം 10 ഇഞ്ച് വലിപ്പമായി. കുറേ കാലമായി നമ്മുടെ അടുത്തുള്ള മീനാണിത്. ഇതുപോലെ ഒരു 4 തരം ഗോൾഡ് ഫിഷ് ഉണ്ട് ഇതിൽ. ഇതൊന്ന്, ഇത് 2, ഇതെല്ലാം ഒരു 8 ഇഞ്ച് വലിപ്പമുണ്ട്. അതുപോലെ ഒരു 2 തരം കൂടെ ഗോൾഡ് ഫിഷ് അതിനകത്തുണ്ട്. ഇതൊന്ന്, കോഴിക്കാർപ്പും ആ ഓറഞ്ചും ആ വൈറ്റും റെഡും കൂടെ ഉള്ളതാണ്. അത് സെറ്റ്, ഒരു ജോഡിയാണത്. പിന്നെ ഈ കാണുന്ന ആ കുഞ്ഞു പരല് കണ്ടോ, ഇത് മലമ്പുഴ കനാലിൽ നിന്ന് പിടിച്ചിട്ടുള്ളതാണ്. 1 ഇഞ്ച് വലിപ്പമുണ്ടാകുമ്പോൾ 4 എണ്ണത്തിന് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ അത് ഏകദേശം ഒരു 4 ഇഞ്ച് വലിപ്പം മേലെ ആയിട്ടുണ്ട്. പക്ഷേ ശുദ്ധജലത്തിൽ ജീവിക്കുന്നതല്ല ഇവൻ എങ്ങനെയോ അക്വേറിയത്തിൽ വന്ന് സെറ്റായി. 2 എണ്ണമേ കിട്ടിയുള്ളൂ കേട്ടോ, 2 എണ്ണം പോയി. ആളിപ്പോൾ നല്ല ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്, കുഴപ്പമില്ല, സെറ്റായ ആൾ. കണ്ടോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിങ്ങനെ ഈ ശുദ്ധജലത്തിൽ ജീവിക്കുമെന്ന്. കുറച്ച് കാലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വേറൊരു ബോട്ടിൽ വെള്ളം നിറച്ച് സെറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ഈ അക്വേറിയത്തിൽ ഇട്ട് നോക്കിയത്. അപ്പോൾ കുറേ കാലമായി, ഒരു വർഷമാകാൻ പോകുന്നു. ഈ ഓണം വരുമ്പോൾ 1 വർഷമാകാൻ പോകുന്നു. കഴിഞ്ഞ ഓണത്തിനാണ് ഇത് പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇതിൽ തന്നെ ഷാർക്ക്, 2 ഷാർക്കുണ്ട്, ഏഞ്ചലുണ്ട്, ഗൗരിയുണ്ട്, അങ്ങനെ കുറച്ച് വെറൈറ്റി ഉണ്ട്. കുറച്ച് ഗപ്പി ഇതിലുണ്ടായിരുന്നാണ്. അതിനിപ്പോൾ ഗപ്പിയെല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടെ വലിയൊരു ടാങ്ക് കൂടെ ആക്കാനാണ് ഇനി പ്ലാന്. കാര്യം എന്താ പറഞ്ഞാൽ ഇത്ര മീൻ ഇങ്ങനെ ഒരു ടാങ്കിലിടുന്നത് അത്ര നല്ലതല്ല, അതെനിക്കറിയാം. എന്നാലും പരിമിതികൾ കൊണ്ട് എല്ലാം കൂടെ മുന്നിലിട്ട് സെറ്റാക്കി. പക്ഷേ എല്ലാവരും കൂട്ടുകാരന്മാരെ പോലെയാണ്, എല്ലാം നല്ല ഉഷാറായി ഓടിച്ചാടി കളിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. കടിക്കലോ അങ്ങനെ കടി കൂടുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ. ഇവിടുന്ന് തൊട്ടടുത്തായി തന്നെയാണ് ഇനി 2 അക്വേറിയം കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ് ഹാളിൻ്റെ ആ ഭാഗത്താണ് ഈ അക്വേറിയം ഇരിക്കുന്നത്. തൊട്ട് 2 അക്വേറിയം പറയുന്നത് ഹാളിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവനെ അറിയാമല്ലോ, ഇവൻ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇവൻ നമ്മളുടെ അടുത്ത് വന്നിട്ട്. ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ തൽക്കാലമായിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ് അവന് മാത്രം. ഇതൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് സെറ്റ് ചെയ്യും. ഇവൻ്റെ അടുത്ത് പോയിരുന്നാൽ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. ഇവന് ഭയങ്കര ചാട്ടം ഓട്ടമാണ്. നല്ലൊരു പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയെ പോലെയൊക്കെയാണ് ആൾ ചാടി ഓടി കളിക്കുന്നത്. നമ്മളെവിടെ കൈ കാണിക്കുക കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അടുത്ത് കണ്ടാൽ തന്നെ ഇവ അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. ഇവനിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അവൻ്റെ ബോളുണ്ടല്ലോ, ആ ബോൾ കുറച്ച് കളർ ഡിഫറൻ്റ് ആവും. എന്നുവെച്ചാൽ ഈ ചാടി ഓടി കളിക്കലും ഇങ്ങനെ കുറച്ച് അഗ്രസീവ് ആവുന്ന പോലെയാണ് ആൾ. ചിലപ്പോൾ ചാടുകയൊക്കെ ചെയ്യും, കയ്യിൽ കടിക്കാൻ വരുന്ന പോലെ കാണിക്കും. തീറ്റയൊക്കെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തീറ്റ മാത്രം അടിക്കും, ചിലപ്പോൾ കയ്യിൽ കടിക്കാനും വരും. അങ്ങനെ ഈ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ വന്ന് മുട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ആ തലയിലെ ബോൾ കുറച്ചുകൂടെ കളറ് വന്ന് നല്ലൊരു അട്രാക്ഷനാകും. നല്ല രസമാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ. കണ്ടോ.
കുട്ടികളുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിനടുത്ത് പോയിരുന്ന് കളിക്കാൻ. ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ ഓസ്കാർ കുട്ടന്മാരിരിക്കുന്നത്. ഇവന്മാർ ഒരു 10 ഇഞ്ചോളം വലിപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ 4 ഇഞ്ച് വലിപ്പം ഉണ്ടായിരുന്നാണ് ഞാൻ വാങ്ങുന്ന സമയത്ത്. അപ്പോൾ 2 ജോഡിയാണ് വാങ്ങിച്ചത്. അതിൽ ഒരു ബ്ലാക്ക് ചത്തുപോയി, ഒരെണ്ണം ആ ഗോൾഡിൻ്റെ ഒരെണ്ണം വന്ന് ഞങ്ങളൊരു റിലേഷൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇവൻ പുറത്ത് ചാടിയിരിക്കുന്നു. ഇതുവരെ ചാടാത്തതായിരുന്നു, പുറത്ത് ചാടി താഴെ കിടക്കുന്നു. അങ്ങനെ വളരെ സങ്കടമായ ഒരു സീനായിരുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇവന്മാരെല്ലാം നല്ല വലുപ്പമായി നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്. ഇടയ്ക്ക് ഫ്ലവർ ഓണിന് നോട്ടമാണ്. ഈ ടാങ്കിൽ നിന്നിട്ട് താഴേക്ക് വന്ന് നോക്കുന്ന ഒരു രംഗമുണ്ട്, അത് കാണാൻ നല്ല രസമാണ്. ഇനി തൊട്ട് താഴെ തന്നെയാണ് ഇവൻ ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ ഓസ്കാറിന് തീറ്റയിടാൻ പോകുമ്പോൾ തന്നെ ഇവൻ ഇവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഓടലും ചാടലോ. പിന്നെ അവനെന്തെങ്കിലും തീറ്റ കൊടുക്കാതെയോ അല്ലെങ്കിൽ അവനിങ്ങനെ രണ്ടും കളിപ്പിക്കാതെയോ നമുക്ക് പോകാൻ തോന്നത്തില്ല, കണ്ടില്ലേ? ഒരു പെറ്റ് വീട്ടിലുള്ള പോലെയാണത് സംഭവം. ഒരു പട്ടിക്കുട്ടി ഒരു പൂച്ചക്കുട്ടിയൊക്കെ നമ്മൾ വളർത്തുന്ന പോലെ ഇവനെ വളർത്താം. ഇതാണ് 3 അക്വേറിയം. ഒന്ന് ഇത്, ഇനി 2 ഓസ്കാർ, ഒന്ന് ഫ്ലവറോൺ. ഇങ്ങനെ 3 അക്വേറിയമാണ് ഇപ്പോൾ ഉള്ളത്. ഇതല്ലാതെ കുറച്ച് ബോളും ഗപ്പിയിടാനുള്ള കുറച്ച് ടബൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും. കുറേ വെറൈറ്റി ഗപ്പികളുണ്ട് ഗൈസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.